സാർ, ഈ കെ സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നവർ മറ്റ് രജിസ്ട്രേഷൻസ് എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ അങ്ങനെ പറയുന്നത്? കെ സ്വിഫ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നവർ മറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. കെ സ്വിഫ്റ്റ് എന്നത് കേരള സർക്കാരിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കെ സ്വിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ മറ്റ് പല ലൈസൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിംഗിൾ വിൻഡോ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 10 കോടിയിൽ താഴെ മൂലധനമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റെഡ് കാറ്റഗറിയിൽ പെടാത്ത ഉൽപ്പാദക സേവന സംരംഭങ്ങൾക്ക് നമുക്ക് കെ സ്വിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അടുത്ത 3 വർഷത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മറ്റ് ലൈസൻസുകളൊന്നും ആവശ്യമില്ല. അതേസമയം ഈ 3 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമ്മൾ അടുത്ത 6 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ലൈസൻസ് വീണ്ടും എടുക്കേണ്ടതുണ്ട്, നിർബന്ധമായിട്ടും എടുക്കണം. അതേസമയം ഈ ഒരു 3 വർഷത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസിന് അപ്ലൈ ചെയ്യുകയുമാവും. നമ്മുടെ ബിസിനസ്സിന് പൊല്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം. അല്ലെങ്കിൽ കെ സ്വിഫ്റ്റ് ഉണ്ട്, കെ സ്വിഫ്റ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് എടുക്കരുത് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. ട്രേഡിങ് ചെയ്യുന്ന കച്ചവടക്കാർക്ക് നമുക്ക് കെ സ്വിഫ്റ്റ് ബാധകമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, കെ സ്വിഫ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക്, ഒരു സംരംഭകന് മറ്റ് രജിസ്ട്രേഷനുകൾ ആവശ്യമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല.